ഗോവിന്ദസ്വാമിയാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ അന്വേഷണം അതിനുശേഷം തളാപ്പ് ഭാഗത്ത് നടത്തിയിട്ടുള്ള അന്വേഷണം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പോലീസിന് എത്ര പെട്ടെന്ന് തന്നെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിസാഹസമായ രീതിയിൽ തന്നെയാണ് ഗോവിന്ദസ്വാമിയെ പിടികൂടിയത് എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും കൊടും കുറ്റവാളി ഗോവിന്ദസ്വാമി പിടിയിലായിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 25 എന്ന വിവരം ലഭിച്ചു ഉടനെ തന്നെ നടത്തിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഗോവിന്ദസ്വാമിയെ പിടികൂടിയിരിക്കുകയാണ്. വളരെ കൃത്യമായ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ റിവ്യൂ പുറത്തു വരുന്നത്. പിടികൂടിയ ശേഷം പോലീസ് ജീപ്പിൽ നിന്ന് ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. തീർത്തും അവശനായ രീതിയിലാണ് ഗോവിന്ദസ്വാമി ഉള്ളത്. പോലീസുകാർ വട്ടം ചുറ്റിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റേഷനിലേക്ക് അയാളെ കൊണ്ടുപോയിരിക്കുന്നത്. സമീപത്തുള്ള ഒരു ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദസ്വാമിയെ പിടികൂടിയിരിക്കുന്നത്. ഈ കിണറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പോലീസിന് കിട്ടിയ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾക്കും പരിശ്രമങ്ങൾക്കും ഒടുവിലാണ് കൊടും കുറ്റവാളി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഗോവിന്ദസ്വാമി പിടികൂടി അതിനുശേഷം ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പ്രദേശത്ത് തന്നെ ആണ് നമുക്ക് പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ ചോദ്യം ചെയ്യലിന് കൊടുക്കും. കൂടുതൽ കാര്യങ്ങളും മുഴുവൻ ആൾക്കാരുടെയും, അത് പോലീസിൻ്റെ ഉൾപ്പെടെ മീഡിയക്കാരുടെ, നാട്ടുകാരുടെ മുഴുവൻ പേരുടെയും ഒരു സഹകരണ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സമയബന്ധിതമായിട്ട് നമുക്ക് പ്രതിയെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ളത്. കൂടുതൽ വിഷയങ്ങൾ നമുക്ക് പ്രതികരിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ കേട്ടത് പോലീസ് കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണമാണ്. ഇദ്ദേഹം പിടിയിലായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ കാണിച്ചതാണ്. എന്തായാലും ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഈ ഗോവിന്ദസ്വാമിയെ പിടികൂടി ഇവിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഇദ്ദേഹത്തെ എത്തിച്ച സ്ഥലത്തേക്ക് കൊണ്ടുവരികയും ഇവിടെ നിന്ന് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പോലീസ് സാഹസികമായാണ് ഇയാളെ പിടികൂടിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ പോലീസ് ഇവിടത്തേക്ക് ഗോവിന്ദസ്വാമിയെ കൊണ്ടുവരുന്നതിനിടയിൽ പോലീസുകാരൻ്റെ മുഖത്തുൾപ്പെടെ ചെറിയ രീതിയിലുള്ള പരിക്കുകൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. എന്തായാലും